നമസ്കാരം. ടെക്ഹാ മോട്ടോർ പാഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, കെ.എസ്.ഇ.ബി. പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ചും മീറ്റർ റീഡിങ്ങിൽ തന്നെ വരും നാളുകളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പഴഞ്ചൻ സമ്പ്രദായമായ വീട്ടിൽ വന്ന് റീഡ് ചെയ്ത് അതിന് ബിൽ നൽകുന്ന രീതിയെല്ലാം മാറും. അത് ലോകത്തെല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ റീഡിങ്ങും നമുക്ക് പേ ചെയ്യാൻ പറ്റുന്ന രീതി, അതുപോലെ പ്രീപെയ്ഡ് സിസ്റ്റവും ഒക്കെ വരും നാളുകളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ സ്മാർട്ട് മീറ്ററാണ്. ഇത് എനർജി റീഡും അതോടൊപ്പം തന്നെ അതിൻ്റെ കോസ്റ്റും നമുക്ക് കിട്ടുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മീറ്ററാണ്. ഓർഡിനോ ചെയ്യുന്നവർക്കൊക്കെ പരിചയമായിട്ടുള്ള ESP32 എന്ന മൈക്രോ പ്രോസസ്സറും PZDM എന്ന് പറഞ്ഞുള്ള എനർജി മൊഡ്യൂളും വെച്ചിട്ടുള്ള ഒരു ചെറിയ പ്രൊജക്റ്റാണ്. ഏകദേശം നമ്മുടെ ഇലക്ട്രിക് ബില്ല്, നമുക്ക് ദൈമാസ ബില്ല്, ആ ബില്ലിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാൽക്കുലേഷൻ തന്നെയാണ് ഞാൻ ഇതിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് മീറ്റർ റീഡിങ്ങിൽ വരുന്ന, അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചേഞ്ചസ്, യൂണിറ്റും അതിന്റെ കോസ്റ്റും നമുക്ക് തന്നെ വേണമെങ്കിൽ ഇതിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം 2024 നമ്മൾ പേ ചെയ്യുന്ന ആ യൂണിറ്റ് കോസ്റ്റും പിന്നെ വരുന്ന കുറെ എക്സ്ട്രാ ചാർജസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഏകദേശം അതുമായി അത്ര അക്യുറേറ്റ് അല്ല എങ്കിലും നമുക്ക് ഏകദേശമൊക്കെ കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു കാൽക്കുലേഷനും പ്രോഗ്രാമുമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി പറയാനുള്ളത്, ഇത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷനും, രണ്ടാമത്തെ പാർട്ട് കോഡിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കൂടിയിട്ടുള്ള വീഡിയോസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സ്ക്രീൻ ഉണ്ട് നോക്കാം. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ആദ്യം കാണിച്ചു തരാം. ഒരു CT, ഇതാണ് ആ CT നേരെ കണക്ട് പോയിട്ടുള്ളത് PZDM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇത് എനർജി റീഡ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. അത് ഞാൻ ESP32 കണക്ട് ചെയ്തിട്ടുണ്ട്. ESP32 അതിനകത്തേക്ക്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനർജി 0, യൂണിറ്റ് കോസ്റ്റ് 0, എമൗണ്ട് RS 50.146. ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് സെലക്ട് ചെയ്താൽ നമുക്ക് ഡീഫാൾട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരും. ഡ്യൂട്ടി ഫ്രീ ആണ്, ഫിക്സഡ് ചാർജ് 80 വരും, പിന്നെ ഫ്യൂവൽ ചാർജ് 0, സർചാർജ് 0. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ യൂണിറ്റ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് സബ്സിഡി ഉണ്ട്. നമുക്ക് 40 റുപ്പീസിൻ്റെ ഒരു സബ്സിഡി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും കോസ്റ്റ് കുറവായിട്ട് കാണിക്കുന്നത്, 56 കാണിക്കുന്നത്. ഡീഫാൾട്ട് നമുക്ക് 0 to 100 യൂണിറ്റ് വരെ 80 രൂപയാണ് ഫിക്സഡ് ചാർജ്. ഓക്കെ, ഇനി അടുത്ത ഇത് എക്സിറ്റ് ചെയ്തു. ഇത് സ്ക്രോൾ ചെയ്യുക, നമുക്ക് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് കാണാം. അടുത്ത മെനു സപ്ലൈ. ഇപ്പോൾ ഇത് മെയിൻ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻവെർട്ടറിലല്ല. വോൾട്ടേജ് 200 ആംസ്, 8.36 ആംപിയർ, വാട്ട്സ് 1594 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിപ്പോൾ എൻ്റെ ഓവൺ എന്തോ ഓണാക്കിയതാണ്. ഇനി മൂന്നാമത്തെ സ്ക്രീന്. ഇതിൽ ഞാനൊരു ഓപ്ഷൻ കൊടുത്തു. നമുക്കിത് ലാസ്റ്റ് റീഡ് ചെയ്യുന്ന ആ ഡേറ്റിൽ നമ്മളെ എത്രയാണ് ലാസ്റ്റ് യൂണിറ്റ് എന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് യൂണിറ്റ് ഇവിടെ കിട്ടും, പ്രീവിയസ് റീഡും കിട്ടും, അതിൻ്റെ ഡേറ്റും കിട്ടും. പിന്നെ നമ്മൾ അന്ന് മുതലാണ് പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 ആവും. കൗണ്ടിങ് 0 ആയി കഴിഞ്ഞാൽ അന്ന് മുതൽ നമുക്കിവിടെ 0 ഡേറ്റ് കൗണ്ട് ചെയ്യും. ഇതാണ്. പിന്നെ ഒരു നെക്സ്റ്റ് സ്ക്രീന് ഇതിനകത്തുള്ള ഔട്ട്പുട്ട് റിലേ ആണ്. ഔട്ട്പുട്ട് റിലേ ഓണാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് ഓണാണ്.
വൈഫൈ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ വൈഫൈയിൽ SSID ഓഫാണ്. BP മോഡ് നോർമൽ, ബൈപ്പാസ് മോഡാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മെനുവിലേക്ക് പോവാം. മെനു പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ സെറ്റിങ്സിലേക്ക് പോകും. സെറ്റിങ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെയുണ്ട് മെനു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയർലെസ്സിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. സിസ്റ്റം സെറ്റിങ്സിൽ ലോഡ് ലിമിറ്റ് ഉണ്ട്. വയർലെസ്സിൻ്റെ സെറ്റിങ്സിൻ്റെ മുകളിൽ സിസ്റ്റം ലോഡ് ലിമിറ്റ് നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രിപ്പ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്ര ആംബിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്ര ലോഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ലൈന്, ഏതെങ്കിലും ഒരു ലൈന് ഇതിനകത്ത് എക്സാമ്പിൾ ഇപ്പോൾ AC ലൈൻ വേണേൽ റിലേയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷനാണ്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 300 ആണ് കൊടുത്തിട്ടുള്ളത്. 300 മീൻസ് 300 യൂണിറ്റാണ്. 300 യൂണിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ 300 യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ലൈന് ട്രിപ്പ് ആവും. അതായത് ഏതെങ്കിലും AC ലൈനായിരിക്കും ഞാൻ കൊടുക്കാം. നമുക്കിത് പ്ലസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മൈനസ് കൊടുക്കാൻ പറ്റും. ഇനി ബാക്ക് അടിക്കാൻ സെലക്ട് അടിക്കാം, ട്രിപ്പ്. പിന്നെ ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസിൽ 300 യൂണിറ്റിൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവും. ആ ബ്രേക്കർ ഓഫാവും, ബ്രേക്കറിലേക്ക് സപ്ലൈ പോകില്ല. അപ്പോൾ എന്ത് ചെയ്യണം, പിന്നീട് ഒരിക്കലും നമുക്ക് ആ ബ്രേക്കർ ഓണാക്കാൻ കഴിയില്ല. മീൻസ് അതിലേക്ക് സപ്ലൈ പോകില്ല. അപ്പോൾ പിന്നെ നമ്മൾ 300 ലിമിറ്റിൽ കുറയണം. 300 യൂണിറ്റിൽ കുറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 300 യൂണിറ്റിലേക്ക് കുറയണമെന്നുണ്ടെങ്കിൽ അടുത്ത റീഡിങ് വന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അത് അല്ലാതെ നമുക്കൊരു ബൈപ്പാസ് മെത്തേഡിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് അടുത്ത ഈ മൊബൈൽ ആപ്പിൽ വെച്ചിട്ട് ബൈപ്പാസ് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ അടുത്തത് മെനുവിൽ ബാക്ക് ലോഡ് ലിമിറ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ്, അത് നമ്മൾ എടുത്തതാണ് ഓൾറെഡി. എനർജി സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. എനർജി എടുത്തു കഴിഞ്ഞ് വയർലെസ് ഡിസ്പ്ലേ ക്ലോക്ക് നൽകാം, ബാക്ക് അടിക്കുക. ഇത് ഈ സെറ്റിങ്ങിൽ യൂണിറ്റ് ചാർജ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. യൂണിറ്റ് ഫെയർ മോഡിഫൈ ചെയ്യാം. യൂണിറ്റ് ഫെയർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മെനുവിൽ ഫെയർ 3.25 ആണ്. അത് ഇപ്പോഴത്തെ ഫെയർ എന്താണെന്ന് അറിയില്ല. അത് നമുക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 3.3 എഴുതാം. ഓക്കെ, ഈ ഫെയർ കിട്ടാം. ഇപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫെയർ 203 മുതൽ 300 യൂണിറ്റ്, അത് നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ 1.5 ₹1.05. അതായത് 3.90 പ്ലസ് ₹1.05, 4 സംതിങ് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫെയർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും വേണമെങ്കിൽ ഇതിൻ്റെ ഫെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫെയർ മാറുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ഫെയർ കറക്റ്റാണോ എന്നറിയില്ല, ഞാൻ ജസ്റ്റ് കൊടുത്തതാണ്. ഓക്കെ, ഇനി ബാക്ക് അടിക്കാം. അപ്പോൾ ഫെയർ അതാണ് കേട്ടോ. ഇനി എക്സ്ട്രാ ചാർജുകളുണ്ട്. എക്സ്ട്രാ ചാർജുകളിൽ നമ്മൾ എക്സ്ട്രാ ചാർജിൽ പോയി കഴിഞ്ഞാൽ ബാക്ക് അടിക്കാം. എക്സ്ട്രാ ഫെയറിൽ പോയി കഴിഞ്ഞ് മെനു നോക്കി കഴിഞ്ഞാൽ ഫിക്സഡ് ചാർജാണ്. ഫിക്സഡ് ചാർജും ഇതേപോലെ തന്നെ ഇത്ര യൂണിറ്റ് വരെ ഒരു ഫിക്സഡ് ചാർജാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പം യൂണിറ്റ് 0 to 100 എത്രയാണ് ഇവിടെ കൊടുക്കുന്നത്? 80 രൂപയാണ്. അതാണ് ഫിക്സഡ് ചാർജ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ KCBൻ്റെ ഫിക്സഡ് ചാർജ് 80 രൂപയാണ്. അത് നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്യാം. ബാക്ക് അടിക്കുക. പിന്നെ അതുപോലെ തന്നെ 101 മുതൽ 200 വരെ അത്
ഇപ്പം 130 അങ്ങനെ എല്ലാ ചാർജസും നമുക്ക് അതിൽ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് മീറ്റർ റെൻ്റാണ്. ഇതൊക്കെ KSEBിയുടെ ഓരോ സംഭവങ്ങളാണ്. മീറ്റർ റെൻറ്റ് നിങ്ങൾക്ക് ബില്ല് കിട്ടുമ്പോൾ തന്നെ അറിയാം, 12 രൂപയാണ് മീറ്റർ റെൻറ്റ്. അതൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും മാറാൻ പോണില്ല. പിന്നെ GST എത്രയാണ്? GST സെൻട്രലും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട്. ഇതൊക്കെ സെൻട്രൽ GST വരുന്നത് 1.1 എനിക്ക് തോന്നുന്നത് 1.8 ആണ്. അപ്പോൾ അത് മാറ്റണം. 1.8 കേട്ടോ, 1.8. ഇനി സേവ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി, അപ്പോൾ തന്നെ സേവ് ആയിക്കോളും. പിന്നെ സ്റ്റേറ്റ് എൻ്റർ 1.1 മാറ്റണം, 1.8 ആക്കണം കേട്ടോ. 1.8 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒന്നും കൂടി ബാക്ക് അടിക്കുക, GST അടിച്ച്. പിന്നെ അടുത്തത് ഡ്യൂട്ടി അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക. ഡ്യൂട്ടി 10 രൂപയാണ് നമ്മളെ ഡ്യൂട്ടി ചാർജ്. പിന്നെ സർചാർജ് സർചാർജ് എത്രയാണ്? സർചാർജ് എടുക്കുന്നത് ഫ്യൂവൽ സർചാർജും ഉണ്ട്, സർചാർജ് KSEBയിലുണ്ട്. ഫ്യൂവൽ സർചാർജ് 11 രൂപയാണ്. ഇത് സർചാർജ് KSEB എത്ര? 10 രൂപയാണ്. അങ്ങനെയാണ് ഈ സിസ്റ്റം. പിന്നെ സബ്സിഡി ഇതെല്ലാം ചേഞ്ച് നമ്മളെ ഈ ബില്ലിൽ ഇതൊക്കെ ചിലപ്പോൾ KSEB 2-3 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ്. നമുക്ക് ഓൺലൈനിൽ KSEB ഓൺലൈനിൽ ഇത് താരിഫ് കിട്ടി കഴിഞ്ഞാൽ നമുക്കതിന് മനസ്സിലാവും. ഇത്തരം കാര്യങ്ങളാണ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ ഒക്കെ. എക്സാക്റ്റ് ബില്ല് നമുക്ക് കിട്ടും, ഏകദേശം കറക്റ്റായിട്ട് നമ്മുടെ കറണ്ട് ബില്ല് ഇവിടെ റീഡ് ചെയ്യും. എക്സ്ട്രാ ഫെയർ നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ലോഡ് ലിമിറ്റ്. ഈ എനർജി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, എനർജി നമ്മളെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിലെ ഇപ്പോഴത്തെ റീഡിങ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ 0 ആയിരിക്കുമല്ലോ. നമുക്കിപ്പോൾ മീറ്ററിൽ പോയിട്ട് മീറ്റർ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് എത്ര എന്നുള്ളത് ഇതിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കത് ഇതായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ 0 ആണുള്ളത്. ഇപ്പോൾ നമ്മളിതിൽ 10 യൂണിറ്റ് അവിടെ മുമ്പത്തെ റീഡിങ്ങും ഇപ്പോൾ അവർ തന്ന ബില്ലിലെ റീഡിങ്ങും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു 200 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 200 യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റും, മാറ്റി കൊടുക്കാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ ഒരു 10 ഇടുന്നത്, 10 യൂണിറ്റാണ് ഇപ്പോൾ ഇടുന്നത്. എന്നിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ മീറ്റർ റീഡിങ് കിട്ടി. ഓക്കെ, പ്രീവിയസ് മീറ്റർ റീഡ് അത് നമ്മളിതിൽ ആഡ് ചെയ്യണ്ട. ഓക്കെ, പിന്നെ ഇത് അലറാമിൻ്റെതാണ്, അലറാം സെക്ഷനാണ്. നമ്മൾക്ക് ഓരോ എന്താ പറയുക, ഇതിനകത്ത് കുറേ അലറാംസ് ഉണ്ട്. ആ അലറാംസിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അലറാം സെറ്റ് ചെയ്യുക. ലോഡ് അലറാം എന്ന് പറഞ്ഞാൽ എത്ര ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അലറാം എനേബിൾ ആണോ എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇതിലിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് 8 ആമ്പിയറാണ്. ഈ 8 ആമ്പിയർ വന്നു കഴിഞ്ഞാൽ അലറാം വരും, ഇതിനകത്ത് ഫ്ലാഷ് ചെയ്യും. ഓക്കെ, അതിനാണ് അത് നമുക്ക് ഇവിടെ ആംസ് ചേഞ്ച് ചെയ്യുക. ഇത് ആംസ് ആട്ടോ, 8 ആംസ്. ബാക്ക് എടുക്കുക. പിന്നെ ബീപ്പ് സൗണ്ട്, അലറാമിൻ്റെ ബീപ്പ് സൗണ്ട് സെലക്ട് ചെയ്യുക. നമുക്കിത് ബസർ വേണോ വേണ്ടെന്നുള്ളതാണ്. ബസർ ഇപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 ആമ്പിയറിൻ്റെ മേളിലിട്ട് ഹീറ്റർ വന്നിട്ട് ഇത് ഇപ്പോൾ 8 ആമ്പിയർ വരുമ്പോൾ ഇതിൽ അലറാം എനേബിൾ ആവും. ബാക്ക് അടിക്കണം. കിട്ടോ? ഇത് അലറാം എനേബിൾ ആയിട്ടില്ല, അതിൻ്റെ ബസർ എനേബിൾ ആയിട്ടില്ല. ഓക്കെ, അത് ഹീറ്റർ ഓഫ് ചെയ്തേക്ക്. ഹീറ്റർ ഓഫ് ചെയ്തോ? ഓഫ് ചെയ്തോ? ഓഫ് ചെയ്യ്. ഹീറ്റർ ഓഫ് ചെയ്ത്. ഇപ്പം നേരത്തെ ഞാൻ 10 ആംസ് അല്ല 10 യൂണിറ്റ് ഞാനിവിടെ ആഡ് ചെയ്തല്ലോ മാനുവലായിട്ട്. അതാട്ടോ 10 യൂണിറ്റിന് 32.50. ടോട്ടൽ എമൗണ്ട് വരിക 91 രൂപ 33 പൈസ.
ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 3.25 ഡ്യൂട്ടി, 80 ഫിക്സഡ് ചാർജ്, ഫ്യൂൽ ചാർജ്, സർചാർജ്, ഇങ്ങനെ എല്ലാം അതിനകത്ത് കാണിക്കും. അതാണ് അതിൻ്റെ ഇത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മീറ്ററിൻ്റെ സവിശേഷതകൾ. ഇത് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ പാനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ പാനൽ ഞാനൊരു ബ്രേക്കറിൽ നിന്നാണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ബ്രേക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓഫ് ആവും. ഓക്കെ. അത് ഞാനൊരു ലൈനിലെടുത്തത്. പവർ ഓൺ ചെയ്തു. ഓക്കെ. പിന്നെ അത് ഒരു 5 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു USB ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ചെയ്യാവുന്ന രണ്ടിനുള്ളതാണത് ആ പോർട്ട്. ഓക്കെ. പിന്നെ വരുന്നത് ഒരു CT ലൈനാണ്. CT ഞാൻ മെയിൻ ഇൻകമിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്. മീറ്ററിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് മീറ്റർ ബ്രേക്കർ കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിനെ പവർ കൊടുക്കുന്ന ഇൻവെർട്ടർ ലൈനാണ്. അപ്പോൾ മെയിൻ പോയി കഴിഞ്ഞാലും എന്ത് വരും? ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മെയിൻ ഓഫ് ചെയ്യാം. ഇപ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മെയിനിലല്ലേ, ഞാനത് മെയിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻ ഓഫ് ചെയ്തു. ഇപ്പം ഉണ്ടോ, സപ്ലൈ ഇൻവെർട്ടറാണ്, ആംസ് 0 ആണ്. മെയിൻ്റെ മാത്രം റീഡ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ. ബ്രേക്ക് ഓൺ ആക്കി. ഓക്കെ. ഇതിൻ്റെ മൊബൈൽ ആപ്പാണിത്. എനർജി മോണിറ്റർ സ്മാർട്ട് ടെക്കം ഓട്ടോമേഷൻ. ഓക്കെ. എനർജി 0, എനർജി ചാർജ് 15.6, കറക്റ്റ് അല്ലേ? 15.6 ആംസ്, 1.44 ആംസ് അങ്ങനെ കാണിക്കുന്നു. 1.4 282 വാട്ട്സ്. ഓക്കെ. ഇനി ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് സ്ക്രീൻ എടുക്കട്ടെ. നെക്സ്റ്റ് സപ്ലൈ 218. ഓക്കെ. 218 സപ്ലൈ 218 19 26 വാട്ട്സ് പ്രീവിയസ് റീഡിങ്. ഇനി നമുക്ക് ഇതിൻ്റെ മെനുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് 4 പേജസ് ഉണ്ട്. ഹോംസ്, ടൂൾസ്, ബില്ല്, എക്സ്ട്രാസ്. ഓക്കെ. ടൂൾസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എനർജി റീസെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 0 ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് EEPROM ഇറേസ് ചെയ്യാറുള്ളത്, സിസ്റ്റം റീബൂട്ട് ചെയ്യാനും. പിന്നെ റിലേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഔട്ട്പുട്ട് കേട്ടോ. ആ റിലേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റിലേ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ എനേബിൾ സൈറൺ എനേബിൾ ആക്കാം. അതാണ്. പിന്നെ മ്യൂട്ട് ചെയ്യാൻ പറ്റും, സൈറൺ മ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എങ്ങനെയാണോ ബില്ല് വരുന്നത് ആ ബില്ല് ഇവിടെ കിട്ടും. ഇത് എനർജി 0 ആണ്. ഇപ്പോൾ ഡ്യൂട്ടി നമ്മുടെ ടോട്ടൽ 55.56 കേട്ടോ കാണിക്കുന്നത് ഇതിനകത്ത്. ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന സ്ലിപ്പിലെ ഏകദേശമൊക്കെ ഒരു ഇതന്നെയാണ്. ഇനി ഞാനിത് മാനുവലായിട്ട് ഇതിനകത്തേക്ക് യൂണിറ്റ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു എക്സാമ്പിൾ ഇപ്പോൾ 100 യൂണിറ്റ് ഞാൻ ആഡ് ചെയ്യാണ്. 100. ഓക്കെ. 100 യൂണിറ്റ് ഞാൻ ഇത് മാനുവലായിട്ട് എൻ്റർ ചെയ്തു. 100. എന്നിട്ട് ഇതിന് അപ്ഡേറ്റ് ബട്ടൺ അമർത്താം. 100 അവിടെ വരണം. ഓക്കെ. 100 യൂണിറ്റായി. അപ്പോൾ 100 യൂണിറ്റ് ബില്ല് നമുക്ക് എത്ര എമൗണ്ട് വരാൻ നോക്കാം. 100 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് വരുന്ന ബില്ല് 396 രൂപയാണ് വരുന്നത്. അതിനകത്ത് സബ്സിഡി അടക്കം കേട്ടോ. FC സബ്സിഡി ഉണ്ട്, EC സബ്സിഡി ഉണ്ട്. ഓക്കെ. 325 രൂപ ശരിക്കുള്ള നമ്മുടെ എനർജി ചാർജ് ഉള്ളൂ. ഇനി അതിനെ നമുക്കത് ഒരു 300 യൂണിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും നോക്കാം. 300 യൂണിറ്റ് ആക്കാം. 300 യൂണിറ്റ് ആക്കി. ഓക്കെ. 300 യൂണിറ്റ് ആക്കി. അപ്ഡേറ്റ് ചെയ്തു. 300 യൂണിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. 300 യൂണിറ്റ് ആക്കുമ്പോൾ നമ്മളെ ഇതിൽ അലറാം വന്നത് കാരണം അവിടെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 300 യൂണിറ്റ് ആയി. ആ 300 യൂണിറ്റ് ഇങ്ങനെ ഓരോ ബീപ്പ് സൗണ്ട് വരും കേട്ടോ.
അതിൽ ബീപ്പ് സൗണ്ട് വരും. അവിടെ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം ബിൽ അലർട്ട് വിവേർ ഓവർ ബില്ല്. ഓക്കെ, അപ്പോൾ 300 ബില്ല്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബില്ല് എത്ര വരാൻ നോക്കാം നമുക്ക്. ഇതിന് ഓവറോൾ ബില്ല് 1566 രൂപ വരും. 1240 രൂപയാണ് നമ്മളെ എനർജീൻ്റെ. ഓക്കെ, പിന്നെ ഡ്യൂട്ടി 10, ഫ്യൂവൽ 27, ഫിക്സഡ് ചാർജ് 170 വരും. ഓക്കെ, 240 യൂണിറ്റ് വരെയുള്ളൂ നമുക്ക് സബ്സിഡി കേട്ടോ. 240 യൂണിറ്റിന് മുകളിലോട്ടേക്കാണെങ്കിൽ ആകെ FC സബ്സിഡി എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. ആ 300 യൂണിറ്റിൽ വരുമ്പോൾ. ഓക്കെ, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. ഏത് 0 ആക്കാൻ പോട്ടോ. നമ്മൾ ശരിക്കും ആക്ച്വലി ഇപ്പോൾ മീറ്റർ റീഡ് ചെയ്യുന്നില്ല, കാരണം അത് ഞാൻ ഓക്കെ 0 ആക്കി. 0 ഇപ്പോൾ 0 ആയി. ഇപ്പോൾ ബീപ്പ് സൗണ്ട് നിന്നിട്ടുണ്ടാവും. 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 55.56. അതാണ് ഇതിൻ്റെ ആ ഇതെല്ലാം കൂടി വരുന്ന ചാർജസാണ്. അത് നമുക്ക് 0 യൂണിറ്റ് ആയാലും ആ ഒരു ബില്ല് ഡീഫോൾട്ടായിട്ട് വരും. 0 ആണെങ്കിലും അത്ര വരും. പിന്നെ വേറെ എക്സ്ട്രാസിൽ ഒന്നുമില്ല. ബില്ല്, ടൂൾസ്, ഹോമിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഓക്കെ.